സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നു. ട്രഷറി നിയന്ത്രണം പദ്ധതി പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നും നികുതി പിരിവ് ധനവകുപ്പ് കാര്യമായി നടത്തുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു. SC/ST വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള മെഡലുകൾ വരെ പിടിച്ചുവെച്ചുവെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഒരു കാലത്തും ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും ജീവനക്കാർക്ക് 1 ലക്ഷം കോടി രൂപ കുടിശ്ശികയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടും ഒന്നും നിന്നുപോകുന്നില്ല എന്നും നികുതിയേതര വരുമാനങ്ങൾ കൂടിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ ധനപ്രതിസന്ധി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലേക്ക് തകർന്നിരിക്കുക. ഏറ്റവും രൂക്ഷമായി ഓരോ വകുപ്പ്, ഓരോ മന്ത്രിമാരുടെയും ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചാൽ പണമില്ലാത്തത് കൊണ്ട് നിർത്തിവെക്കപ്പെട്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ, വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ, ബില്ല് കൊടുക്കാനുള്ളത്, എല്ലാവർക്കും ബില്ല്, ഇപ്പൊ ജലജീവൻ പദ്ധതി ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ബില്ലാണ് പേ ചെയ്യാനുള്ളത്, കുടിശ്ശികയായിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ. PWD കോടിക്കണക്കിന് രൂപ. നിങ്ങൾക്കറിയാം, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് മേടിക്കാൻ മരുന്ന് കമ്പനികൾ വിതരണം നടത്താൻ തയ്യാറാകുന്നില്ല. കോടികളാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളത്. സപ്ലൈകോയിൽ പ്രോപ്പറായി സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല. പലപ്പോഴും അത് മുടങ്ങുന്നു. കാരണം സപ്ലൈകോയിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന വിതരണക്കാർക്ക് കോടികളുടെ ബാധ്യതയാണ്. ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ള ബാധ്യത. നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് സമരം കേരളം മുഴുവൻ ജീവനക്കാർക്ക്. ഇപ്പോഴൊക്കെ സർക്കാർ വിലാസം സംഘടനകളിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കി കൈകൊട്ടിക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടി ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള മുൻകൂട്ടി കണ്ട് ഈ പദ്ധതികളുടെ ചെലവും അതുപോലെ തന്നെ ബില്ല് മാറുന്നതും വെട്ടിക്കുറച്ച് കുറുക്കുവഴിയിലൂടെ സമ്പദ്ഘടനയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾ ഇന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, വർഷാവർഷങ്ങളിൽ ഓരോ വർഷവും GST കളക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഇതിൽ വളർച്ചയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന GST ഫാക്ട് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ GST ഗ്രോത്തിൽ, GST വളർച്ചയിൽ 2.52% കുറവ് വന്നിരിക്കുകയാണ് സാർ. SC/ST വിഭാഗങ്ങളുടെ 10,000 പവനാണ് അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയോ അവരുടെ തട്ടിയെടുക്കുകയോ. 1, 2 അല്ല, 10,000 പവൻ. 20,000 കുട്ടികൾക്ക് 1/2 പവൻ വെച്ച് കിട്ടേണ്ടിയിരുന്ന നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് സാർ. സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമാണ്, നമ്മൾ വെറുതെ പറയുന്നതാണ് സാർ. എന്നാ പിന്നെ നാട്ടിലുള്ള കുറെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മര്യാദക്ക് ചെയ്തുകൂടെ? കോൺട്രാക്ടർമാർക്കുള്ള ബില്ലാണ് കൊടുത്തുകൂടെ ധനകാര്യമന്ത്രി? എന്തിനെത്ര ഉഷാറാണെങ്കിൽ. അതേപോലെ തന്നെ ആശുപത്രിയുടെ ഒക്കെ സ്ഥിതി വളരെ മോശമാണ്. കുറെ ദിവസമായിട്ട് അത് എല്ലാവർക്കും ബോധ്യമുണ്ട്. കാര്യങ്ങൾ വളരെ മോശമാണെന്ന് മെമ്പർമാർക്ക് മുഴുവൻ ബോധ്യമുണ്ട്. അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണോ? പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും, ഒന്നിനൊട്ട് കാശ്. കേരളത്തെ ഒരു വലിയ കടക്കണിയുള്ള സംസ്ഥാനമാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രചരണം ബോധപൂർവമായി നടക്കുകയാണ് സർ. അത് മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ പരിശ്രമം കൂടിയാണ് ഈ അടിയന്തര പ്രമേയം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. സർ, ഒരു ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ കൈയും കാലും കെട്ടിയിട്ട് രക്ഷിക്കേണ്ടവർ തന്നെ മർദ്ദിച്ച് അവശനാക്കി നിലത്തിടുമ്പോൾ മനുഷ്യത്തില്ലാത്ത ചിലർ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രതിപക്ഷത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുകയാണ് സർവർ. സർ, BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് അതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല സർ. കേരളത്തെയാണ് അവർ ബുദ്ധിമുട്ടിക്കുന്നത്. രാഷ്ട്രീയ വിവേചനം വെച്ചിട്ട് അതിനെ കാണാൻ കഴിയില്ല സർ. കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കുന്നതിന് തടസ്സമില്ല, ബിൽ ഡിസ്കൗണ്ടിങ് ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാത്ത സ്ഥിതിയല്ല, പണം കൊടുക്കുന്നതിനകത്ത് നല്ലതുപോലെ ആ പേയ്മെന്റിനകത്ത് വർധന വന്നിട്ടുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ പറയുന്നതിനകത്ത് ഒരു കാര്യം സാർ, ഈ ജനറൽ പർപ്പസ് ഫണ്ട് LSGക്ക് നേരത്തെ 3.5% ആണ് സാർ SOTRന്റെ, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂന്റെ. അത് ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ, സ്റ്റേറ്റ് ധനകാര്യ കമ്മീഷൻ 4% വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാർ. അതുപോലെ മെയിൻ്റനൻസ് ഗ്രാന്റ് 6% നിന്നും 6.5% ആക്കിയിട്ടുണ്ട്. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, സംസ്ഥാനത്തെ പല മേഖലകളിലുമുള്ള ഈ പ്രതിസന്ധി അക്കമിട്ട് തന്നെ പറയുന്നുണ്ട് പ്രതിപക്ഷം. എന്തായിരുന്നു ധനമന്ത്രിയുടെ മറുപടി?
അമൃത, സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നത് നിഷേധിക്കാതെ തന്നെയാണ് ധനമന്ത്രി മറുപടി പറഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, കേന്ദ്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും കാര്യങ്ങൾ മുടക്കമില്ലാതെ കൊണ്ടുപോകുന്നു എന്ന അവകാശവാദമായിരുന്നു ധനമന്ത്രി മുന്നോട്ട് വെച്ചത്. പ്രധാനമായും ഫിസ്ക്കൽ മാനേജ്മെന്റ് മോശമാണ് എന്ന വാദമാണ്. അതായത് ധനവിനിയോഗം മോശമായ രീതിയിലാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിപക്ഷ ശ്രമം. അതിനെ തള്ളിക്കളയുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചെയ്തത്. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറഞ്ഞാൽ വിവിധ ബില്ലുകളുടെ കുടിശ്ശിക, ട്രഷറിയിലെ നിയന്ത്രണം, ഒപ്പം SC/ST സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും പോലും മുടങ്ങിക്കിടക്കുന്നതിന്റെ കണക്കുകൾ എന്നിവ ഉദ്ധരിച്ചായിരുന്നു ഇന്ന് പ്രതിപക്ഷം സഭയിൽ സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിനെല്ലാം ധനമന്ത്രി നൽകിയ മറുപടി, കേന്ദ്രം പലതവണയായി പണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും സംസ്ഥാനത്ത് കൃത്യമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലെ കുടിശ്ശിക അടക്കം കൊടുത്തു കഴിയും എന്ന അവകാശവാദമാണ് ധനമന്ത്രി മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും നികുതി പിരിവിനെയും കൂടി കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ. പ്രത്യേകിച്ച് സ്വർണവുമായി ബന്ധപ്പെട്ട സ്വർണത്തിന്റെ വില കൂടിയിട്ടും അതിന്റെ എത്രയോ ഇരട്ടി വരേണ്ട നികുതിയുടെ ഉണ്ടായിട്ടില്ല എന്ന വാദം മുന്നോട്ട് വെച്ചു. അതിന് ധനമന്ത്രി മറുപടി നൽകിയത് നികുതി പിരിവിൽ ഒരു വിധത്തിലുള്ള കോംപ്രമൈസിനും ഈ സർക്കാർ ഇല്ല എന്നുള്ളതാണ്. ടാക്സ് വെട്ടിക്കുന്നവരോട് ഒരു കരുണയും ഈ സർക്കാർ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി നൽകിയത്. ഏതായാലും ഇതൊരു ക്ഷയിച്ച കുടുംബമാണ് എന്ന് സ്ഥാപിക്കുക എന്ന നിലയിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയത്. പഴയ തറവാടുകളുടെ അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. എന്നാൽ അതിന് വഴങ്ങിക്കൊടുക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തയ്യാറായില്ല. അദ്ദേഹം കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് ചെയ്തത്. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ട്രഷറി അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് സ്ഥാപിക്കാനും ധനമന്ത്രി ശ്രമിച്ചു. അമൃത. ശരി സാജു.